മിക്സി എടുക്കും. എന്നാ ഞാൻ വാഷിംഗ് മെഷീൻ എടുക്കും. എങ്കിൽ ഞാൻ ഈ കുക്കർ എടുക്കും. എങ്കിൽ ഞാൻ TV എടുക്കും. ഈ ഓണത്തിന് എല്ലാവരുടെ ആഗ്രഹം നടക്കും. അതെ, കേശ് ഹോം അപ്ലയൻസസിൽ ഓണം ഓഫർ തുടങ്ങിയിരിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടുമുണ്ടയിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക, ഉണരണം ഇന്ത്യ, പുതുതരം യുവത എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കൊടുമുണ്ടയിൽ വെച്ചായിരുന്നു പരിപാടി. കൊടുമുണ്ട വളവിൽ നിന്നും യുവജന റാലിയോടെയാണ് പരിപാടി ആരംഭിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ യുവജന റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം വി വിശ്വനാഥൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്നവർ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ഫ്രീഡം ഗസിൽ RSSകാരനെ അധ്യാപകന് ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ആ അധ്യാപകൻ സവർക്കറിന് ധീര പോരാളിയായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന ആളായും ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായത്രേ. നോക്കൂ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സമരം ചെയ്തിരുന്നതിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നവരാരാണ് എന്ന് പോലും അറിയാതെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള RSSകാരനെ ആ ചുമതലയേൽപ്പിച്ച സർക്കാരിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. 30 വർഷകാലത്തിലേറെ ജയിലിൽ കിടന്നിട്ടുള്ള മഹാൻ തന്റെ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പുസ്തകത്തിന്റെ തലക്കെട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കാലത്ത് 40 വർഷകാലത്തിലേറെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്നിട്ട് 30 വർഷകാലത്തോളവും ജയിലിൽ കിടന്നിട്ടുള്ള മഹാനായ പോരാളി ഈ രാജ്യത്തുണ്ടെന്ന് വിസ്മരിച്ചു പോയ RSSന്റെയും അവരെ ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് ഗവൺമെന്റിന്റെയും കാലത്താണ് നാം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വാസംഘം ചെയർമാൻ M ശങ്കരൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി N നീരജ്, ജില്ലാ കമ്മിറ്റി അംഗം VS അനുജ, AV സുരേഷ്, VT രാഹുൽ, KP മുഹമ്മദ് ഷാഹിർ, PM ഉഷ, P ഷൺമുഖൻ, PR രജീഷ്, K റോഷൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.